നമസ്കാരം, യുവതര ന്യൂസിലേക്ക് സ്വാഗതം. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാലാപ്പുഴ കാളിക്കുളങ്ങര റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിന്റെ നാട്ടുകാരടക്കമുള്ള ആളുകൾ ഇതിന്റെ പരാതി കൊടുക്കുകയും ഓംബുഡ്സ്മാൻ ഇതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ രൂപത്തിൽ ഇതിന്റെ ഏറ്റെടുത്തിട്ടുള്ള കരാർക്കാരനടക്കം ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നാട്ടുകാരും ഇതിൽ പരാതിക്കാരും CPIഎമ്മിൻ്റെ നേതാക്കന്മാരൊക്കെ നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIഎമ്മിൻ്റെ വാഴക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം ഭാസ്കർ മാഷ് നമ്മോട് സംസാരിക്കുക. എന്തൊക്കെയാണ് മാഷ് ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ഫണ്ടാണ് ഇതിന് വിനിയോഗിച്ചിട്ടുള്ളത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരാതിയുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള പുതിയ വിവരങ്ങൾ? വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 6, 12 വാർഡുകളിലൂടെ കടന്നു പോകുന്ന വാലില്ലാപ്പുഴ കാളിക്കുളങ്ങര റോഡ്, ഈ റോഡിലെ മഴവെള്ള പ്രശ്നം പരിഹരിക്കാം, മഴക്കാലത്തുള്ള മഴവെള്ള പ്രശ്നം, റോഡിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സ്ഥലങ്ങളിൽ കൾവർട്ട് നിർമ്മിക്കണം എന്നൊരാവശ്യം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു. അതിനടിസ്ഥാനത്തിൽ 2024-25 സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,58,691 രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് പഞ്ചായത്ത് തയ്യാറാക്കുകയും അതനുസരിച്ച് പ്രവൃത്തികൾ നടത്താനുമാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരുന്നത്. അതുപ്രകാരമുള്ള വർക്കാണ് ഈ പ്രദേശത്ത് നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കഴിഞ്ഞ 15-ാം തീയതി ജനുവരി 15-ന് ഓംബുഡ്സ്മാന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിഷയം പൂർണ്ണമായും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പൊ അതില് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു കൾവർട്ട് നിർമ്മിക്കുക, 2 കൾവർട്ടുകൾ ഈ കാളിക്കുളങ്ങര റോഡിൽ ആവശ്യമായ സ്ഥലങ്ങൾ 2 കൾവർട്ടുകൾ നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കാനാണ് തീരുമാനിച്ചത്. അതനുസരിച്ചുള്ള എസ്റ്റിമേറ്റിൽ കോൺക്രീറ്റ് സ്ലാബാണ്, കൾവർട്ടിന്റെ മേലെ കോൺക്രീറ്റ് സ്ലാബാണ് വർക്കിലുള്ളത്, എസ്റ്റിമേറ്റിലുള്ളത്. പക്ഷേ പ്രവൃത്തി നടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മെറ്റൽ ഗ്രിൽ ഉപയോഗിച്ചിട്ടുള്ള കൾവർട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കൾവർട്ട് നിർമ്മിച്ച് ദിവസങ്ങൾക്കകം തന്നെ വാഹനങ്ങൾ കടന്നുപോയതോടുകൂടി കൾവർട്ട് ഇത് മെറ്റൽ ഗ്രില്ല് തകരുന്ന സ്ഥിതി വന്നു. അതിന്റെ ഭാഗമായിട്ട് നാട്ടുകാർ ഓംബുഡ്സ്മാനിൽ പരാതി കൊടുത്തു. ഓംബുഡ്സ്മാൻ വാഴക്കാട് വന്ന് സിറ്റിംഗ് നടത്തി കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് പരാതിക്കാരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ച് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഓംബുഡ്സ്മാൻ കണ്ടെത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഇതിൽപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ ജലാല്, അതുപോലെ തന്നെ ഓവർസിയർ അൻഷാജ്, അതുപോലെ അന്നത്തെ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ലാലി ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കാനും, അതുപോലെ തന്നെ കൊണ്ടോട്ടി ബ്ലോക്കിലെ ഇക്കാര്യം മറച്ചു വെച്ചതിന് 2 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കാനുമാണ് ഓംബുഡ്സ്മാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്കും ബോധ്യമാണ് വളരെ ഉണ്ട്. 3.5 ലക്ഷം ഒരു 50,000 രൂപയുടെ വർക്ക് പോലും ഇവിടെ പ്രദേശത്ത് നടന്നിട്ടില്ല. വളരെ മോശമായ രീതിയിലാണ് വർക്ക്. അതുകൊണ്ടാണ് ഇത് തകരുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. എസ്റ്റിമേറ്റിൽ അല്ലാത്തൊരു വർക്ക് നടത്തി പണം തട്ടാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് പഞ്ചായത്തിനെ സംബന്ധിച്ചോളം, വാഴക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നിരവധി വർക്കുകൾ ഇതേപോലെ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 10-ാം വാർഡിൽ ഇതേപോലെ ഒരു കിണറിന് മോട്ടോർ സ്ഥാപിക്കുക, അത് പിന്നെ ചുളിവില് അവിടെ നിലവാരം കുറഞ്ഞ മോട്ടോർ സ്ഥാപിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിച്ചിരുന്നത്. എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രകാരമുള്ള മോട്ടോറിലെ സ്ഥാപിച്ചിരുന്നത്. അന്ന് ഒരു അഴിമതിക്കുള്ള ശ്രമം നടന്ന ഇതുപോലുള്ള നിരവധി അത് പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിൽ നടപ്പാക്കി പണം തട്ടിയെടുക്കുന്ന ഒരു ലോബി തന്നെ പഞ്ചായത്തിൽ ഭരണസമിതി അംഗങ്ങളുടെ ഒത്താശയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരവധി സമരങ്ങളും കാര്യങ്ങളും നടത്തിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്,
ഇതിന് അഴിമതി കണ്ടെത്തിയിട്ടുള്ള, ഓംബുഡ്സ്മാൻ തന്നെ അഴിമതി കണ്ടെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ തുടർന്ന് തൊഴിലുറപ്പ് ഡിപ്പാർട്ട്മെന്റിൽ വാഴക്കാട് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ശക്തമായ നടപടി അവരുടെ പേരിൽ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായിട്ടുള്ള സമരവും പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ CPM തുടർന്നുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് വരും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.